കാടിനുള്ളിലൊരു ശിവക്ഷേത്രം. ഒന്നുമില്ല, ശ്രീകോവിലും ഒന്നുമില്ല, ഇപ്പോൾ കാടേ ഉള്ളൂ. കുറേ കുരങ്ങന്മാരുണ്ട്. അതിൻ്റെ നടുക്കൊരു ശിവലിംഗം ഇങ്ങനെ ഇരിക്കുന്നത്. ശിവലിംഗത്തിലേക്ക് ഇങ്ങനെ പ്രകൃതിയാൽ തന്നെയുള്ള ഉറവ ഇങ്ങനെ വന്ന് വീഴും. അവിടുത്തെ പൂജാരി നേദ്യം കഴിഞ്ഞ് നേദ്യത്തിന്റെ സമയമാകുമ്പോൾ കുരങ്ങന്മാർ വരും. അത്ഭുതമാണത്. കുരങ്ങന്മാർ നേരെ വരും, വെറുതെ വരില്ല കേട്ടോ. നേരെ വന്നിട്ട് അവിടുത്തെ പുഴയിലും കുളിച്ച് നനഞ്ഞ് അങ്ങനെ വന്ന് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ തൊഴുതു വെക്കും. തൊഴുതു നിന്നിട്ട് ഈ അമ്മക്കുരങ്ങ് തള്ളക്കുരങ്ങന്റെ കുഞ്ഞുകുരങ്ങന്റെ കൈനെ പിടിച്ചിങ്ങനെ വെക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് തൊഴുതു വെക്കും. കുരങ്ങൻ അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പറയാൻ പറ്റാത്. അന്ന് നടന്നപ്പോൾ ഈ കുരങ്ങന്മാരൊക്കെ വന്നില്ല, അതെല്ലാം ഞങ്ങൾ ചിത്രീകരിച്ചു. പിന്നെ ഒരു ഗണപതിയുടെ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേക സവിശേഷമായിട്ടുള്ള ഒരു ഗണപതി വിഗ്രഹം. പകുതി ഉടഞ്ഞു പോയിട്ട് ബാക്കി പകുതിയേ ഉള്ളൂ. ഈ കുരങ്ങന്മാരുടെ വിഷ്വൽസ് ഒന്നുമില്ല. ഈ ഗണപതിയുടെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഇല്ല. നമ്മൾ ശിവലിംഗം ഷൂട്ട് ചെയ്തില്ല. ആ ഗണപതി വിഗ്രഹം പതിഞ്ഞിട്ടേ ഇല്ല. ഗണപതി വിഗ്രഹമുള്ള ഒരു ഷോട്ടും കിട്ടിയിട്ടില്ല. ആ കാർഡ് അത് അവിടെ അതിൻ്റെ രഹസ്യമായിട്ട് വെക്കാൻ സൂക്ഷിക്കുകയാണ്. അത് എല്ലാവർക്കും ഉള്ളതല്ല. അന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു, സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രഭാഷണത്തിൽ നടത്തിക്കൊടുത്തു. ഞങ്ങളിങ്ങനെ വന്ന് നിൽക്കുകയാണ് അവിടെ. ഒരു രാത്രി ഏതോ ഒരു കുടുംബക്കാർ നടത്തുന്ന എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ അവരുടെ ഗുരുജി വന്നിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ പറയാണ്, നീ കാണണമെന്ന് ആഗ്രഹിച്ചു തരുന്നത് കാണിച്ചു തരുന്ന സ്ഥലമല്ല കാശി. കാശി വിചാരിക്കും നീ എന്ത് കാണണമെന്ന്, അതേ നീ കാണുള്ളൂ എന്ന്. ഇറങ്ങി വന്ന ഉടനെ, ഈ സംഭവം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ ഞങ്ങൾ കേൾക്കുന്ന ആദ്യത്തെ വരിയാണ്. അപ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കിയിട്ട് ശരിയാണ്, കാരണം നമുക്കത് കാണാൻ പറഞ്ഞിട്ടില്ല. അന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരിക്കലും നമ്മളൊരു അഘോരിയെ അന്വേഷണം നടക്കരുത്. കാണാൻ പറ്റില്ല. എത്ര നമ്മൾ അന്വേഷിക്കണം, ഒരു അഘോരിയെ കാണണം, അല്ലെങ്കിൽ അഘോരിയുടെ ജീവിതം എന്താണെന്നുള്ള അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലരും അന്വേഷിച്ച് പോകുന്നത് കാണുന്നതും ഒക്കെ ഹിമാലയത്തിൽ താമസിക്കുന്ന പല വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ച സന്യാസി സമൂഹങ്ങളെയാണ്. സന്യാസി സമൂഹത്തിൽപ്പെട്ടവരെയാണ് കാണുക. യഥാർത്ഥ അഘോരിയെ നമ്മൾ കാണണമെങ്കിൽ അവർ വിചാരിക്കണം നമുക്ക് മുന്നിൽ വെളിപ്പെടാമെന്ന്. ഇവിടെ അഘോരികൾ ഡോക്ടേഴ്സായിട്ടൊക്കെ നമുക്കിടയിൽ ഉണ്ടാകാം, പക്ഷെ അവരാ അഘോര സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള വെളിപ്പെടലുകൾ ഉണ്ട് എന്നുള്ളത് അവർ വിചാരിക്കണം, നമ്മൾ അറിയണമെന്ന്. എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അഘോരം എന്ന വാക്ക് തന്നെ നമ്മൾ എന്തോ ഘോരമായത്, ഭീകരമായത് എന്നാണ് പറയുന്നത്. ആ ഘോരമാണ് ഘോരമല്ലാത്തത്, ഏറ്റവും ശാന്തമായത്, ഏറ്റവും ഡിവൈനായത്. അതാണ്. അപ്പം ആ ഒരു ഏറ്റവും ഏറ്റവും ഘോരമായത് എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് എത്രത്തോളം ഘോരമല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി തരുന്നിടമാണ് കാശി, മഹാദേവന്റെ സാന്നിധ്യത്തെ. അതാണ് കാശി. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി മാത്രം നമുക്ക് അവിടുത്തെ ഓരോ കാര്യങ്ങളെ സമീപിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒഴിഞ്ഞ കപ്പായി നിന്ന് എനിക്കറിയാമെന്നുള്ള ആ ഒരു അഹങ്കാരം ഇല്ലാതെ, അങ്ങനത്തെ വിചാരങ്ങളില്ലാതെ നമ്മൾ സമീപിച്ചാൽ, കാശിയെ സമീപിച്ചാൽ കാശി നമുക്ക് വെളിപ്പെടും. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, കാശി തീരുമാനിക്കും. പക്ഷെ അത് പലരിലും സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഈ യാത്രകളിൽ, മോക്ഷയുടെ യാത്രകളിലൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന പലതരത്തിലുള്ള മനസ്സുള്ള ആൾക്കാരുടെ ഒപ്പാണ് നമ്മൾ യാത്ര ചെയ്യുക. ഇപ്പം തന്നെ കാശി യാത്ര പോകും. എപ്പോഴും കാശി യാത്ര പോകുമ്പോൾ നമ്മൾ നൗകയിൽ ഗംഗയുടെ ഗംഗയിലൂടെയൊക്കെ പോകും. ഈ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പലപ്പോഴും സൈലൻസ്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ മൗനത്തിലിരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും സാധിക്കില്ല. അവരറിയാതെയൊക്കെ സംസാരിച്ചു പോകും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ വീട്ടുവിശേഷങ്ങൾ പറയും, രണ്ടുപേരും അടുത്തടുത്തിരുന്നാൽ പല പല കാര്യങ്ങൾ പറയും. സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും പരസ്പരം പരിചയപ്പെടും, സംസാരിക്കും. ഈ സംസാരം എന്ന് പറയുന്നത് പലർക്കും ഒഴിവാക്കാനേ പറ്റില്ല. അപ്പം നമ്മുടെ യാത്രകളിലൊക്കെ നമ്മൾ മൗനം ദീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ദീക്ഷിക്കാൻ പറ്റത്തില്ല പലർക്കും, വളരെ ബുദ്ധിമുട്ടാണത്. പക്ഷേ ഈ കാശിയിൽ നമ്മൾ ഈ ഗംഗയിലൂടെ നൗകയിൽ പോകും. നൗകയിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാം ഇങ്ങനെ സംസാരിക്കും, ബഹളം വയ്ക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ ബോട്ടിൽ കയറിയതിൻ്റെ സന്തോഷം, ഇപ്പോൾ കുറച്ച് പേര് പാടും, ചിലർ പേര് പല കാര്യങ്ങൾ പറയും, ഇത് അവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്നൊക്കെ പറയും. ഇങ്ങനെ പോകുമ്പോൾ മണികർണിക ഘാട്ട് എത്തും. ഇവിടെ നമ്മൾ അസി ഘാട്ടിൽ നിന്ന് പോകുമ്പോൾ പല പല ഘാട്ടുകൾ, ശിവാല ഘാട്ട് എല്ലാം കഴിഞ്ഞ് അസി ഘാട്ട് എത്തും. ഹരിശ്ചന്ദ്ര ഘാട്ട് ഉൾപ്പെടെ കഴിഞ്ഞിട്ട് മണികർണിക ഘാട്ട് എത്തും. മണികർണിക ഘാട്ട് അപ്പം ഞാനിങ്ങനെ പറയും, ഇതാണ് കേട്ടോ മണികർണിക ഘാട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഈ മണികർണിക ഘാട്ട് കാണുന്ന നിമിഷം തൊട്ട് ഈ മനുഷ്യരുടെ സംസാരം ഇങ്ങനെ മെല്ലെ 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 പരസ്പരം പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവർ, പല കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ, കാശിയെക്കുറിച്ച് പറഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ പറയുന്നവരൊക്കെ സംസാരിച്ചു കൊണ്ടേ ഇരുന്നവർ ഒന്നും മിണ്ടാതെയാവും. പിന്നെ ഇങ്ങനെ അവരുടെ കണ്ണുകൾ ഇമ പോലും ചലിക്കാതെ അവരിങ്ങനെ മണികർണിക ഘാട്ടിലേക്ക് നോക്കിയിരിക്കുക. എന്താണത്?
എന്താണത് സംഭവിക്കുന്നത്? പല പ്രായക്കാരായിക്കോട്ടെ, ഈ കുട്ടികൾ പോലെ ആയാൽ പോലും മണികർണിക ഘാട്ടിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവർ മിണ്ടാതിരിക്കും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഘാട്ടുകളെല്ലാം പഞ്ചഗംഗ ഘാട്ടിലൊക്കെ ആ സൈലൻസ് ഇങ്ങനെ കിടക്കും, സംസാരിക്കില്ല അധികം. ആ സൈലൻസ് ഇങ്ങനെ കിടക്കും. പഞ്ചഗംഗ ഘാട്ടിൽ പോയി ബിന്ദുമാധവ ക്ഷേത്രമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ എല്ലാവരും വളരെ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയി തൊഴുത് മിണ്ടാതെ. ആ സൈലൻസ് ആര് തരുന്നതാണ്? നമ്മളിൽ ഈ മൗനം എങ്ങനെയാണ് വളർന്നു വരുന്നത്? ആ മൗനത്തെ വളർത്താൻ എന്താണ് ആ പ്രകൃതിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏതാചാരനാണ് പറയാൻ പറ്റും ഇത് ഇന്ന കാര്യമാണ് കേട്ടോ, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ മൗനത്തിലേക്ക് വീഴുന്നത് എന്നൊക്കെ എങ്ങനെയാ പറയാൻ പറ്റുക? ഇല്ല, നമുക്ക് ആ മൗനത്തെ ആസ്വദിക്കാനേ പറ്റുള്ളൂ അല്ലേ? ആ നിമിഷം ആ ഓരോ ഇരിക്കുന്ന ആൾക്കാരും യാത്രികരും അതിന് തൊട്ട് മുന്നേ ഉള്ള ആൾക്കാരല്ല, അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ വിടരാൻ തുടങ്ങും. ആ കണ്ണുകളിൽ നമുക്ക് മഹാദേവനെ കാണാൻ പറ്റും. ഓരോ കണ്ണുകളിലും ആഴമേറിയ ഒരു മൗനത്തിൽ നമുക്ക് ആ സോൾസ് ഇങ്ങനെ കാണാം. ഈ ശരീരമല്ല, ആ മുഖവും അതൊന്നെല്ലാം അപ്പുറത്ത് അവരുടെ ആത്മാവ് ഇങ്ങനെ ജ്വലിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും മണികർണിക ഘാട്ടിൽ, ആ യാത്രയിൽ, കാശിയിൽ. അതുപോലെയാണ് തിരുവണ്ണാമലയിൽ. അതുപോലെ ഈ കാശിയിൽ മൗനം ഇങ്ങനെ മുളച്ചു വരുമെന്ന് പറയില്ലേ, ആ മൗനം മുളയ്ക്കുന്നത് പോലെയാണ് തിരുവണ്ണാമലയിലും. മൗനത്തിലൂടെയാണ് ഗുരു വെളിപ്പെടുക. തിരുവണ്ണാമലയിൽ നമ്മൾ മൗനത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് ആ അതീന്ദ്രിയമായ ഒരു സാന്നിധ്യം നമ്മളെ സദാ നയിക്കുന്നുണ്ട് എന്ന്, നമ്മളോടൊപ്പം ഉണ്ട് എന്ന് തോന്നുന്നത്. അതുകൊണ്ട് വെറുതെ യാത്രയിൽ വെറുതെ അനുഭവങ്ങൾ അങ്ങനെയല്ല. ഇത് കൃത്യമായിട്ടുള്ള പദ്ധതി അവിടെയുണ്ട്. നമ്മളവിടേക്ക് ആനയിക്കപ്പെടുന്നത് നമ്മളുടെ ഒരു ആകാംക്ഷയും കൗതുകവും. എല്ലാ അനുഭവങ്ങളും പ്രീ പ്ലാൻഡ് ആണ്. നമ്മളല്ലാന്നേ ഉള്ളൂ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യാൻ പോയാലുണ്ടല്ലോ ഇത് പൊളിഞ്ഞടുങ്ങും. ഞാൻ ഇന്നൊരു അഘോരിയെ കണ്ടിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാശിയിൽ വന്നിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കും. അങ്ങനെ പൊളിഞ്ഞ മറ്റേതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു? അല്ല, എൻ്റെ കൂടെയുള്ള യാത്രയിൽ ഞാൻ പൊതുവേ പറയും ഒന്നും അന്വേഷിക്കരുത്. ആദ്യത്തെ യാത്രകൾ ആദ്യം പോയ സമയത്ത് അതിലൊന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ കംപ്ലീറ്റ് ചിത്രീകരിച്ചത് ഒന്നും പതിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഉദയംപുരത്തിന്റെ യാത്രകളിലുണ്ട്. ഒരു കാടിനുള്ളിലൊരു ശിവക്ഷേത്രം, വയനാട് മാനികാവാണത്. മാനികാവ് അന്ന് 2004, 2005 കാലഘട്ടത്തിലൊക്കെ മാനികാവ്, ഇന്നും മാനികാവ് വനത്തിനുള്ളിലാണെങ്കിലും കുറെ പേർക്കൊക്കെ അറിയാം. അന്ന് മാനികാവിനെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ വയനാട്ടിൽ മാനികാവ് കാടിന്റെ ഉള്ളിലുള്ള ക്ഷേത്രമാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളവിടെ പോവാം. അപ്പൊ കാടിന്റെ ഉള്ളിലുള്ള ക്ഷേത്രം കാണാൻ അതിഗംഭീര ക്ഷേത്രം. അതായത് ഒന്നുമില്ല, ശ്രീകോവിലും ഒന്നുമില്ല, ഇപ്പോൾ കാടേ ഉള്ളൂ. കുറേ കുരങ്ങന്മാരുണ്ട്. അതിന്റെ നടുക്കൊരു ശിവലിംഗം ഇങ്ങനെ ഇരിക്കുന്നത്. ശിവലിംഗത്തിലേക്ക് ഇങ്ങനെ പ്രകൃതിയാൽ തന്നെയുള്ള ഉറവ ഇങ്ങനെ വന്ന് വീഴും. ഈ അവിടുത്തെ പൂജാരി നേദ്യം കഴിഞ്ഞ് നേദ്യത്തിന്റെ സമയമാകുമ്പോൾ കുരങ്ങന്മാർ വരും. അത്ഭുതമാണത്. കുരങ്ങന്മാർ നേരെ വരും, വെറുതെ വരില്ല കേട്ടോ, നേരെ വന്നിട്ട് അവിടുത്തെ പുഴയിലും കുളിക്കും. ഈ ചെറിയൊരു ഉറവ പോലെ തോടുണ്ടല്ലോ, ആ തോടിൽ കുളിക്കും. കുളിച്ച് നനഞ്ഞ് അങ്ങനെ വന്ന് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ തൊഴുത് വെക്കും. തൊഴുത് നിന്നിട്ട് ഈ അമ്മക്കുരങ്ങ് തള്ളക്കുരങ്ങന്റെ കുഞ്ഞുകുരങ്ങന്റെ കൈനെ പിടിച്ചിങ്ങനെ വെക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കും കുറച്ചു നേരം അവര്. അത് കഴിഞ്ഞിട്ട് തൊഴുത് വെക്കും. കുരങ്ങൻ ആ സമയമാകുമ്പോൾ കൃത്യമായിട്ട് വന്ന് അവർ പുഴയിൽ കുളിച്ചിറങ്ങി നേരെ വന്ന് ഈ ശിവനത്തിന് മുന്നിൽ ഇങ്ങനെ നിൽക്കും. അതെങ്ങനെ മനസ്സിലാവും? അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പറയാൻ പറ്റാത്? അവരെങ്ങനെ വന്ന് നിൽക്കും. ആരെങ്കിലും ട്രെയിൻ ചെയ്തതാണോ? കാടിനുള്ള ആര് ട്രെയിൻ ചെയ്യാനാണ് ഇവരെ? ഇപ്പൊ തിരുമേനി പറയണത് എപ്പോഴും അങ്ങനെ വന്ന് നിൽക്കും. എപ്പോ പൂജയുടെ സമയമായാലും അങ്ങനെ വന്ന് നിൽക്കും. അത് കഴിഞ്ഞ് നെയ്തിച്ചോറ് കൊടുക്കും. നെയ്തിച്ചോറ് അവർ കഴിക്കും, എന്നിട്ട് പോകും. അപ്പൊ അവിടുത്തെ അതിങ്ങനെ ചിത്രീകരിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ട് ചിത്രീകരിച്ചതൊന്നും ആ ക്ഷേത്രത്തിൽ പോയ വഴി, ആ ക്ഷേത്രത്തിൽ പിന്നെ അന്ന് നടന്നപ്പോൾ ഈ കുരങ്ങന്മാരൊക്കെ വന്നല്ലോ, അതെല്ലാം ഞങ്ങൾ ചിത്രീകരിച്ചു. പിന്നെ ഒരു ഗണപതിയുടെ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേക സവിശേഷമായിട്ടുള്ള ഒരു ഗണപതി വിഗ്രഹം. പകുതി ഉടഞ്ഞു പോയിട്ട് ബാക്കി പകുതിയേ ഉള്ളൂ. അപ്പോൾ ഈ പകുതി ഉടഞ്ഞ വിഗ്രഹം ഉൾപ്പെടെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തു. ഞങ്ങൾ പിന്നീട് ഇവിടെ അന്നൊക്കെ നമുക്ക് ക്യാമറയിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. തിരിച്ചിവിടെ വന്നിട്ട് സ്റ്റുഡിയോയിൽ വന്നിട്ടില്ലേ നോക്കാൻ പറ്റും. സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ ഈ കുരങ്ങന്മാരുടെ വിഷ്വൽസ് ഒന്നുമില്ല, ഈ ഗണപതിയുടെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഇല്ല. നമ്മൾ ശിവലിംഗം ഷൂട്ട് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വിഗ്രഹങ്ങൾ ഷൂട്ട് ചെയ്യില്ല. അങ്ങനെയായിരുന്നു പണ്ടോട്ടേ നമ്മുടെ രീതി. ഉറവയുടെ അത് മാത്രം ഷൂട്ട് ചെയ്തു. ശിവലിംഗത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ, ശിവലിംഗം ഷൂട്ട് ചെയ്തില്ല. ഇപ്പോഴത്തെ ഗണപതി വിഗ്രഹം പൊട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതങ്ങനെ ആ ഗണപതി വിഗ്രഹം പതിഞ്ഞിട്ടേ ഇല്ല. ഗണപതി വിഗ്രഹമുള്ള ഒരു ഷോട്ടും കിട്ടിയിട്ടില്ല. ആ ക്യാമറയ്ക്ക് ഒരു പ്രശ്നമില്ല, ടേപ്പിന് ഒരു പ്രശ്നമില്ല, ബാക്കി എല്ലാ ഷോട്ട്സും ഉണ്ട്. പക്ഷേ ഈ ഗണപതിയുടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വിഷ്വലും വന്നിട്ടില്ല. അതുപോലെ കുരങ്ങന്മാരുടെ. അപ്പോൾ ആ കാർഡ് അതവിടെ അതിൻ്റെ രഹസ്യമായിട്ട് വെക്കാൻ സൂക്ഷിക്കുകയാണ്. അത് എല്ലാവർക്കും ഉള്ളതല്ല, നമ്മളത് അംഗീകരിച്ചാൽ മതി. അപ്പോൾ തന്നെ അത് മനസ്സിലാക്കി. അപ്പോൾ അതിനകത്ത് കിട്ടിയ ബാക്കിയുള്ള ഷോർട്സ് വെച്ചിട്ടാണ് അന്ന് ആ വീഡിയോ വിട്ടത്, ഉദയമൃതത്തിനായിട്ട്, അമൃത TV ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി കേട്ടോ.
കാലം മാറുന്നതിനനുസരിച്ച് പ്രകൃതിയിൽ മാറ്റം വരുന്നുണ്ടാവും. ഇന്നിപ്പോൾ ചിത്രീകരിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയാം. അതുപോലെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ തത്സമയ സംപ്രേഷണങ്ങൾ മോക്ഷയുടെ വീഡിയോസിൽ തത്സമയം ചെയ്യും. അപ്പോൾ തത്സമയം ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ആദ്യം പോയിട്ട് അനുവാദം ചോദിക്കും അവരുടെ അടുത്ത്. ചില അമ്പലങ്ങളിൽ ഏതുവരെ മൊബൈൽ കൊണ്ടുവരാം, അപ്പോൾ അവർ പറഞ്ഞുതരും ഇന്നത് വരെ കൊണ്ടുവരാം. ചില അമ്പലങ്ങളിലൊക്കെ അവിടുത്തെ പൂജകളൊക്കെ നമ്മുടെ രീതിയിലുള്ള പൂജകളല്ലാത്തതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പല അമ്പലങ്ങളിലും അകത്തെല്ലാം കയറാം, എല്ലായിടത്തും കയറാം. നമ്മൾ ആദ്യം പോയി പെർമിഷൻ ചോദിക്കും എവിടെ വരെ വരാം. അപ്പോൾ അത് അവർ ഇന്ന സ്ഥലം വരെ വരാം എന്ന് പറയും. പക്ഷെ ചില സ്ഥലങ്ങളിൽ അവർ അനുവദിച്ചാലും നമുക്കൊരു ഊർജ്ജം അനുഭവിക്കാൻ തുടങ്ങും. ലൈവ് ചെയ്തു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സ്ഥലത്തൊരു പ്രത്യേക എനർജി ഉണ്ട് എന്നുള്ളത് എനിക്കതിങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അതിങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആ എനർജി അതിലിങ്ങനെ കയറി വരും. നമ്മുടെ വാക്കുകളിലൊക്കെ അവിടുത്തെ സത്യം അല്ലെങ്കിൽ ആ ചൈതന്യം ഇങ്ങനെ പ്രതിധ്വനിക്കാൻ തുടങ്ങും. നമ്മളല്ല അത് പറയുന്നത്, അത് ആ പ്രകൃതി നമ്മളെ കൊണ്ട് പറയിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മളൊരു ഏരിയ കഴിഞ്ഞ മൊബൈൽ അങ്ങോട്ടേക്ക് മുമ്പോട്ട് പോവുമെങ്കിൽ മൊബൈൽ കട്ടാവും. പിന്നെ കുറേ നേരത്തേക്ക് റിലേ കണക്ഷൻ കിട്ടത്തില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ദെൻ അപ്പം നമ്മൾ അവിടെ നിന്ന് ഫ്രെയിം മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഓക്കെ ആവും. അതായത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഇത് കിട്ടും. വീണ്ടും ഈ വിഷ്വലിലേക്ക് വന്നാൽ കട്ടാവും. ഈ എനർജി ഫീൽ ചെയ്യുന്നു പറഞ്ഞില്ല, അത് എങ്ങനെയാണ് ബോഡിയിൽ അപ്പോൾ അനുഭവപ്പെടുന്നത്? ഇപ്പോൾ ഞാൻ 21 വർഷമായി അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ യാത്ര തുടങ്ങിയത്. അപ്പം നമ്മൾ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയുള്ള സ്ഥലത്തല്ലേ എപ്പോഴും പോണത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആ എനർജി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വൈബ്രേഷനുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ, ഒരു പോസിറ്റീവ് വൈബ്രേഷനുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അറിയാൻ സാധിക്കും. അല്ല, എങ്ങനെയാണ് ബോഡി അതിനെ റിയാക്ട് ചെയ്യുന്നത്? ബോഡി റിയാക്ട് ചെയ്യുന്ന ആദ്യം നമുക്ക് നട്ടലിലാണ് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുക. നട്ടലിൻ്റെ ഏറ്റവും താഴത്ത് നമുക്ക് ഒരു സ്പാർക്ക് ആണ്, അതിങ്ങനെ മുകളിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ മുകളിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നതാണ്. പിന്നെ നമുക്ക് ആ ഒരു ഗൂസ് ബംസ് വരാൻ തുടങ്ങും. നമ്മുടെ തലയുടെ ഈ ഭാഗങ്ങളിലാണ് അതിൻ്റെ പെരുപ്പ് തോന്നും. അപ്പോൾ നമുക്കറിയാം ഇതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള സ്ഥലമാണ്. നമ്മളുടെ കുണ്ടലിനി അവേക്കൻഡ് ആകാൻ പോകാൻ പാകത്തിനുള്ള എനർജി ഉള്ള സ്ഥലമാണെന്ന് മനസ്സിലാവും. അതിപ്പോൾ അമ്പലങ്ങളിൽ മാത്രമല്ല, ചിലപ്പോൾ വീടുകളിൽ ചെന്നാൽ, ചില വ്യക്തികൾക്കരികിൽ ചെന്നാൽ ഒക്കെ നമുക്കത് അറിയാൻ പറ്റും. ആ ഓറ, ഒരാളിലെ പ്രകാശവലയമൊക്കെ നമുക്ക് പ്രകടമാകാം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് കാണാൻ പറ്റുന്നത് എൻ്റെ ഗുണം കൊണ്ടല്ല, അതെൻ്റെ കഴിവ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വളരെ ഒരു അപാരമായ കഴിവുള്ളത് കൊണ്ടാണ് ഞാനിത് കാണുന്നത് എന്ന് വിചാരിച്ചാൽ അന്ന് കഴിയും കാഴ്ചകളെല്ലാം. പക്ഷെ പകരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രകൃതി തീരുമാനിക്കുകയാണ് എനിക്കത് കാണിച്ചു തരണം. അങ്ങനെയാണ്. അപ്പം നമുക്ക് അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ലൈവിന് പോകുമ്പോൾ മൊബൈൽ ഒരിടത്ത് വെച്ചിട്ട് കട്ടായി എന്ന് കണ്ടാൽ നമ്മൾ പിന്നെ ആ ട്രൈയേ ഇല്ല, ആ ഭാഗം അപ്പം തന്നെ വിട്ടേക്കും. വേണ്ട, അത് അത്രയും മതി, ബാക്കി കാണുന്ന സ്ഥലങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനൊരു പ്ലാൻ അവിടെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. നമ്മളിനി എത്രയൊക്കെ പദ്ധതി ഇട്ടാലും പ്രകൃതി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, അതേ നമ്മൾ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മോക്ഷയുടെ ലൈവ് ആരംഭിക്കുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ ലൈവ് തുടങ്ങുകയാണ്, ഈ ഈശ്വരമൂർത്തി ഏതുവരെ അനുവദിക്കുമോ അതുവരെ കാണാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. കാരണം അത്രേ കാണാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുന്നിടത്തോളം കണ്ടാൽ മതി. ആ പ്രകൃതിയെ നമ്മൾ അനുസരിക്കുകയും വേണം. അവിടെ ചിത്രീകരിക്കേണ്ട എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടിയാൽ പിന്നെ ചിത്രീകരിക്കാൻ പോകരുത്, വേണ്ട. അങ്ങനെ ആ ഒരു മനസ്സോടുകൂടി വെച്ചിട്ട് വേണം യാത്ര. നമ്മൾ പറയില്ലേ, കാണുകയും വേണം കാണാതിരിക്കുകയും വേണം, എങ്കിലേ ഗുണമുള്ളൂ. കേൾക്കുകയും വേണം കേൾക്കാതിരിക്കുകയും വേണം, എന്നാലേ ചെവി കൊണ്ട് ഗുണമുള്ളൂ. കണ്ണുകൊണ്ട് ഗുണം ഉണ്ടാവണമെങ്കിൽ കാണുകയും വേണം കാണാതിരിക്കുകയും വേണം, കേൾക്കുകയും വേണം കേൾക്കാതിരിക്കുകയും വേണം. അപ്പം അതുപോലെയാണ് പല യാത്രകളും എല്ലാം നമുക്കുള്ളതാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. മനുഷ്യരുടെ അങ്ങനെ ഒരു തോന്നൽ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ ഏതകത്തട്ടിലേക്ക് നമുക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ചാർധാം പോലുള്ള ക്ഷേത്രങ്ങളിൽ സൗകര്യങ്ങൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ. അവിടെ റോപ്പ് വേ വരട്ടെ, അല്ലെങ്കിൽ അവിടെ പുതിയ സംവിധാനങ്ങൾ വരട്ടെ, ഹെലികോപ്റ്റർ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയുടെ ഒരു ശക്തമായ ഭാവം ഉണ്ടല്ലോ, അത് കുറഞ്ഞു വരും. ഈ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഓരോരോ ടവറുകൾ വരുന്നതിനനുസരിച്ച്, ഓരോരോ സംഗതികൾ വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഊർജ്ജം, ഈ പ്രകൃതിയുടെ മേന്മ അല്ലെങ്കിൽ ആ പ്രകൃതിയുടേതായിട്ടുള്ള ഗുപ്തമായ ഭാവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ അഭിപ്രായപ്പെടുന്നത് ആ ചാർധാമിൽ അതെങ്ങനെ പോകണം, അത്രയും ബുദ്ധിമുട്ടി പോകാൻ പറ്റുന്നവർക്ക് മാത്രമുള്ളതാണ് ആ ക്ഷേത്രം, എല്ലാവർക്കും ഉള്ളതല്ല അത്. ഇപ്പം ശബരിമലയിൽ എല്ലാവരും പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അങ്ങനെയല്ല, അത് പ്രത്യേകമായി 41 ദിവസം വ്രതമെടുത്ത് അത് പ്രത്യേകമായ രീതിയിൽ അയ്യപ്പൻ ആ അഹം ബ്രഹ്മമാണ് എന്ന സത്യത്തെ തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവർ മാത്രം വ്രതമെടുത്തിട്ട് പോകേണ്ട സ്ഥലമാണ് ശബരിമല. അല്ലാതെ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരുന്നു, എനിക്ക് ഇന്നൊരു പ്രാർത്ഥന ഉണ്ട് അതുകൊണ്ട് നേരുന്നതുകൊണ്ട് ശബരിമലയിൽ പോകുന്നു, 2 വയസ്സായ കൊച്ചിനെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ 6 മാസമായ കൊച്ചിനെയും കൂടി ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല, അത് എനിക്കതിന് പ്രാപ്തി ഉണ്ടാവണം, എനിക്കത് യോഗ്യത ഉണ്ടാവണം. ആ യോഗ്യത ഉണ്ടാക്കിയിട്ട് വേണം ഞാൻ മലയ്ക്ക് പോകാൻ. അങ്ങനെ മല കയറുമ്പോഴാണ് അതിന് എല്ലാവർക്കും കയറാനുള്ളതല്ല എല്ലാ ക്ഷേത്രങ്ങളും.
എല്ലാ സ്ഥലങ്ങളും എല്ലാവർക്കും പോകാനുള്ളതല്ല. ഈ എല്ലാവർക്കും പോകണം എന്നുള്ള ആഗ്രഹം വരുമ്പോഴാണ് അവിടെ ഒരുപാട് പുരോഗമനങ്ങൾ വരുന്നതും ഒരുപാട് കെട്ടിടങ്ങൾ വരുന്നു, സൗകര്യങ്ങൾ വരുന്നു, ബസ്, വാഹനങ്ങൾ, ഹെലികോപ്റ്റർ. ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി ഇതിനെല്ലാം ഒന്ന് പ്രതികരിക്കും. പിന്നെയും പ്രകൃതി അതിൻ്റെ പഴയ ഭാവങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്യും. അതാണ് നമ്മൾ ആ പ്രകൃതിയെ കൂടി ഒന്ന് അംഗീകരിച്ചുകൊണ്ട് യാത്രകൾ ചെയ്താൽ ബുദ്ധിമുട്ടില്ല. ഹിമാലയത്തിലേക്ക് പോകുമ്പോഴായാലും കൈലാസിലേക്ക് പോകുമ്പോഴായാലും ഒക്കെ നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം ആ ടെറൈനിലേക്ക്. അല്ലാതെ ആ ടെറൈനെ നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകരുത് ഒരിക്കലും. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ രഹസ്യ കേന്ദ്രങ്ങളുണ്ട് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പം ഹിമാലയത്തിലാണെങ്കിൽ പോലും ശംഭാല എന്ന് പറയുന്ന രഹസ്യ കേന്ദ്രമുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചില ആളുകൾ അത് സൂക്ഷ്മത്തിൽ പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലാതെ പോയി എന്ന് പറഞ്ഞു കേൾക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റി ഈ യാത്രയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ?